മുന്തിരിങ്ങ അച്ചാറാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് അമ്മ നല്ലെണ്ണ ഒഴിച്ചു. അതിലേക്കിനി കടുക്, എന്തോരം കടുക പറഞ്ഞു. വറ്റൽമുളക്, രണ്ട് വറ്റൽമുളക് ഇട്ടു. അടുത്തത് ഉലുവയല്ലേ, കുറച്ച് ഉലുവ, പിന്നെ ഒരുക്കി വെച്ചേക്കുന്ന കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. അത് വാടി വരുന്ന സമയം കൊണ്ട് അമ്മ ഇത് മുന്തിരിങ്ങ ഉപ്പ് തിരുമ്മി വയ്ക്കും. കുറച്ച് ഉപ്പ് തിരുമ്മി വയ്ക്കുന്നു. അതെന്തിനാ ഉപ്പ് തിരുമുന്നത്? എന്തിനാ? മധുരം കുറവുള്ള മുന്തിരിങ്ങ ആയതുകൊണ്ട്. കാശ്മീരി ചില്ലിയില്ല. മൂപ്പിക്കുകയാണ്. സീസണൽ ഇൻഗ്രീഡിയൻസ് മൂത്ത് വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് ചെറുപയർ തോരനും ചെറുപയർ മെഴുക്കുവരട്ടിയും. ചെറുപയർ ഇന്നലെ അമ്മ മുളപ്പിച്ച് വെച്ചിരുന്നു. അപ്പോൾ അത് മെഴുക്കുവരട്ടിയും മീൻകറിയാണ്. അപ്പോൾ അത് പാരലലി റെഡിയാക്കുന്നുണ്ട്. ഇത് ആക്ച്വലി കഴിക്കാൻ വാങ്ങിച്ച മുന്തിരിങ്ങയാണ്, പക്ഷെ അതിന് പുളി കൂടി പോയതുകൊണ്ട് അത് അച്ചാറിടാമെന്നുള്ളൊരു പ്ലാനിൽ അച്ചാറിൻ്റെ പ്രിപ്പറേഷനിലാണ്. വരുമോ കണ്ണ? നല്ലെണ്ണയിലാണ് റെഡിയാക്കുന്നത്. നല്ലെണ്ണയിൽ റെഡിയാക്കി അച്ചാറിന് ടേസ്റ്റ് കൂടുന്നതുകൊണ്ട് നല്ലെണ്ണയിലാണ് സെറ്റാക്കുന്നത്. നമ്മൾ സീസൺ ചെയ്ത സംഭവം നന്നായിട്ട് മൂത്ത് വന്നു. അതിലേക്ക് ഇനിയിപ്പം ഓഫ് ചെയ്തിട്ട് ബ്രാഹ്മിൻസിൻ്റെ അച്ചാർ പൊടിയാണ് ചേർക്കുന്നത്. ഞങ്ങൾ കുറേ നാളായിട്ട് ബ്രാഹ്മിൻസിൻ്റെ അച്ചാർ പൊടി യൂസ് ചെയ്തിട്ട് ടേസ്റ്റെല്ലാം അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ബ്രാഹ്മിൻസിൻ്റെ അച്ചാർ പൊടിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് അമ്മ സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ് ഇതെല്ലാം മിക്സ് ചെയ്യുന്നത്. അങ്ങനെ അച്ചാർ പൊടി ഇട്ടിട്ട് ഇനി കുറച്ച് വിനാഗിരി ഒഴിക്കുകയുള്ളൂ. വിനാഗിരി ഒരു അൾസറൊക്കെ ഉണ്ടാവാൻ കാരണമായതുകൊണ്ട് അധികം നോർമലി വീട്ടിലുണ്ടാക്കുമ്പം ചെയ്യാറില്ല. പിന്നെ ഇത് ജസ്റ്റ് ഒരു സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് മാത്രമല്ല ഈ മുന്തിരിങ്ങയൊന്നും എല്ലാവരും എപ്പോഴും കഴിക്കാത്തതുകൊണ്ട് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിനാഗിരി ചേർത്തതാണ്. ഇതിലേക്ക് ഈ കൂട്ടെല്ലാം ചേർത്ത് മിക്സാക്കി വെച്ച മുന്തിരിങ്ങ ആഡ് ചെയ്തു. ഉപ്പ് ആവശ്യത്തിന് ചേർക്കും. നന്നായിട്ട് ഇളക്കി ചേർക്കും. ഇത് ഭയങ്കര പുളിയുള്ള മുന്തിരിങ്ങയായിരുന്നു. അപ്പോൾ അത് നമുക്ക് കഴിക്കാനായിട്ട് നോക്കുമ്പോൾ ഭയങ്കര പുളി. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അത് അച്ചാറെന്നുള്ളൊരു പ്ലാനിലേക്ക് ഞങ്ങൾ മാറ്റിയത്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. ഉപ്പ്
ഉപ്പിത്തിരി കുറവാണ്. കുഴപ്പമില്ല, ഉപ്പിത്തിരി കുറവാണ്. പിന്നെ മുന്തിരിങ്ങയുടെ പുളിയാണ് നിൽക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു നോർമൽ ചെയ്യുന്ന ഒരു ഇച്ചിരി പഞ്ചസാര ചേർക്കാൻ തോന്നുന്നു. മതി മതി. പുളിയുണ്ട്, മധുരമാണ് കുറവ്. ഒരു ശകലം പഞ്ചസാര അച്ചാറിൽ ചേർക്കുന്നത് പഞ്ചസാരയുടെ മറ്റേ അച്ചാറിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനും, ഇതുപോലെ പുളി കൂടുതലുള്ള സാധനങ്ങളാണെങ്കിൽ അതിനെ ഒന്ന് ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാനും. എനിക്ക് ഈ പുളിയും മധുരവും കൂടിയുള്ള ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര ചേർക്കുന്നതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ചാറിൽ പഞ്ചസാര ഇടുന്നത്. 1/2 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു ശകലൂടെ ഇട്ടു, ഇത്ര മുന്തിരിങ്ങയില്ല. ഓക്കെ, അപ്പം അങ്ങനെ പഞ്ചസാര ഇട്ട് ചെറുകി ഒന്ന് ചൂടാക്കി മിക്സ് ആക്കണം എന്ന് പറയുന്നു. മിക്സാക്കി ഇനി എന്താ ഇതിൽ പരിപാടിയുള്ള? ഇനി ഇത് അടച്ച് വെച്ച് എത്ര ദിവസം കഴിയുമ്പോൾ ഇത് കഴിക്കാൻ റെഡിയാവും? ഇപ്പം തന്നെ കഴിക്കാൻ പറ്റുമോ? എന്നാൽ ഇങ്ങോട്ട് നോക്കിക്കേ. അപ്പം അമ്മ പറയണത് ഇരിക്കുമ്പം കുറച്ചുകൂടെ നന്നായിട്ട് കഴിക്കാനായിട്ട് റെഡിയാകും. പക്ഷെ വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് ആറിക്കഴിയുമ്പോൾ ഇന്നോട്ട് തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. അപ്പം ഇതാണ് അച്ചാറിൻ്റെ ഫൈനൽ. ഓക്കെ.